അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് ഒരു കൂട്ടം ആളുകളാണെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അതിശയിപ്പിക്കുന്ന കഥകളുള്ള, വലിയ ലക്ഷ്യങ്ങളുള്ള കുറേ ലോകങ്ങളെയാണ് ഞാൻ കാണുന്നത്. നമ്മൾ പുറമേക്ക് കാണുന്ന ഈ മുഖങ്ങൾക്കപ്പുറം ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ കരുത്തില്ലേ, അതിനെക്കുറിച്ചാണ് ഇന്നെനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നാം ഓരോരുത്തരും കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗാലക്സികളും ഒളിപ്പിച്ചുവെച്ച നിഗൂഢ ലോകങ്ങളാണ്. നാം ഈ ഭൂമിയിലേക്ക് വന്നത് കേവലം ശ്വസിക്കാനും ഉണ്ണാനും ഉറങ്ങാനുമല്ല. നാം ഒരു വലിയ തീർത്ഥാടനത്തിലാണ്. മണ്ണിൽ നിന്ന് വിണ്ണിലേക്കും താൽക്കാലികതയിൽ നിന്ന് നിത്യതയിലേക്കുമുള്ള ഒരു മഹായാത്ര. പക്ഷേ ഈ യാത്രയുടെ ആധുനിക കോലാഹലങ്ങൾക്കിടയിൽ, ചക്രങ്ങളുടെ വേഗതയ്ക്കിടയിൽ നാം എവിടെയോ നമ്മുടെ ലക്ഷ്യസ്ഥാനം മറന്നുപോയിരിക്കുന്നു. നാം വഴിയോരത്തെ കാഴ്ചകളിൽ മയങ്ങിപ്പോയിരിക്കുന്നു. നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. നാം അവസാനമായി എപ്പോഴാണ് നമ്മുടെ ആത്മാവിനോടൊന്ന് മിണ്ടിയത്? പുറത്തെ ലോകത്തെ അനാവശ്യമായ ബഹളങ്ങൾ നമ്മുടെ ഉള്ളിലെ ദിവ്യ സംഗീതത്തെ കെടുത്തിക്കളഞ്ഞിരിക്കുന്നു. ആ സംഗീതം നിലച്ചപ്പോൾ നാം യന്ത്രങ്ങളെ പോലെയായി. അല്ലാഹു ഖുർആനിലൂടെ എത്ര മനോഹരമായും വേദനാജനകമായുമാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അത് ഇന്നും വായുവിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യരെ, നിന്റെ ഉദാരനായ നാഥന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ്? ചിന്തിച്ചു നോക്കൂ. നിനക്ക് കണ്ണും കാതും ഹൃദയവും നൽകിയ, നിന്റെ ഓരോ ശ്വാസത്തിലും സ്പന്ദനമായി നിൽക്കുന്ന ആ കരുണാനിധിയായ ഉടമസ്ഥനെ മറക്കാൻ മാത്രം എന്തു വലിയ വഞ്ചനയിലാണ് നീ അകപ്പെട്ടുപോയത്? ഈ ലോകത്തിന്റെ തിളക്കം നിന്റെ കാഴ്ചകളെ മറച്ചുകളഞ്ഞോ? അല്ലാമ ഇക്ബാൽ തന്റെ വിശ്വോത്തരമായ വരികളിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടിക്കൊണ്ട് പാടുന്നു: നിന്റെ ഉള്ളിലേക്ക് തന്നെ ഊളിയിടുക, അവിടെ ജീവിതത്തിന്റെ രഹസ്യം നീ കണ്ടെത്തും. നീ ദൈവത്തിൻ്റേതാകുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ നീ നിന്റേതെങ്കിലുമാകുക. നീ നിന്നെ തന്നെ തിരിച്ചറിയാത്ത കാലത്തോളം നിനക്ക് നിന്റെ റബ്ബിനെ തിരിച്ചറിയാൻ കഴിയില്ല. നാം ഇന്ന് മറ്റുള്ളവർക്കു വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. പണമുണ്ടാക്കാൻ, കോൺക്രീറ്റ് സൗധങ്ങൾ പടുത്തുയർത്താൻ, ലോകത്തിന്റെ മുൻപിൽ താൻ വിജയിയാണെന്ന് വരുത്തി തീർക്കാൻ നാം ഓരോ നിമിഷവും പാതയോരങ്ങളിൽ വീണുടയുന്നു. നാം മറ്റുള്ളവരുടെ കയ്യടികൾക്കായി ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദൈവികമായ ആ ചൈതന്യം പട്ടിണി കിടന്ന് മരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ലോകം വെറുമൊരു മരീചികയാണ്. ദാഹിക്കുന്നവൻ വെള്ളമെന്ന് കരുതി അതിലേക്ക് ഓടുന്തോറും അത് ദൂരേക്ക് അകന്നുപോകുന്നു. ആ മരീചികയുടെ പിന്നാലെ ഓടി നീ നിന്റെ ആയുസ് ഹോമിക്കരുത്. സമാധാനത്തിന്റെ യഥാർത്ഥ ഉറവിടം അങ്ങ് ദൂരെ എവിടെയോ അല്ല, അത് നിന്റെ ഉള്ളിലെ നിശബ്ദതയിലാണ്, നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലാണ്. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു അപരലോകത്താണ്. നമ്മുടെ ജീവിതം ഇന്ന് പടുത്തുയർത്തിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വലിയ പ്രകടനശാലയ്ക്ക് മുകളിലാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ നാം ചെയ്യുന്നത് എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ അഭിരുചിക്കല്ല, മറിച്ച് മറ്റുള്ളവർ നമ്മെ എങ്ങനെ കാണുന്നു എന്ന് ഭയന്നാണ്. നാം സംസാരിക്കുന്നത് സത്യം വിളിച്ചു പറയാനല്ല, മറിച്ച് കേൾവിക്കാരൻ്റെ കയ്യടി നേടാനാണ്. സോഷ്യൽ മീഡിയയിലെ ഒരു ലൈക്കിന് വേണ്ടി സ്വന്തം സ്വകാര്യത പോലും പണയപ്പെടുത്തുന്ന ഒരു തലമുറയായി നാം മാറിക്കഴിഞ്ഞു. നാം ജീവിക്കുന്നത് മറ്റൊരാളുടെ കണ്ണിലെ നമ്മുടെ പ്രതിച്ഛബയെ മിനുക്കി സംരക്ഷിക്കാനാണ്. എന്നാൽ ഈ അഭിനയങ്ങൾക്കിടയിൽ നാം മറന്നുപോയ ഒരു സത്യമുണ്ട്. മനുഷ്യർക്ക് നിങ്ങളുടെ പുറംമോടി മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ഹൃദയങ്ങളുടെ മിടിപ്പുകൾ അറിയുന്നവൻ നിങ്ങളുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത്. വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുത്തുമണികൾ പോലെയുള്ള വാക്കുകളിലൂടെ നമ്മെ ഉണർത്തുന്നു: അല്ലാഹു നിങ്ങളുടെ രൂപത്തിലേക്കോ സമ്പത്തിലേക്കോ നോക്കുന്നില്ല, മറിച്ച് അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും കർമ്മങ്ങളിലേക്കുമാണ് നോക്കുന്നത്. സഹോദരങ്ങളെ, ലോകത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒരു പാഴ്വേലയാണ്. കാരണം മനുഷ്യന്റെ സംതൃപ്തി എന്നത് ചലിക്കുന്ന ഒരു ലക്ഷ്യമാണ്. അത് നിങ്ങൾക്കൊരിക്കലും തൊടാൻ കഴിയില്ല. അല്ലാമ ഇക്ബാൽ ഇതിനെ എത്ര മനോഹരമായാണ് വർണ്ണിച്ചത്: നീ പ്രണയത്തിന്റെ തീർത്ഥാടകനാണ്. വഴിയിലെ ഇടത്താവളങ്ങളെ നിന്റെ ലക്ഷ്യമായി കാണരുത്. യാത്രയ്ക്കിടയിൽ നിന്റെ പ്രിയതമ തന്നെ വന്നിരുന്നാലും നീ നിന്റെ യാത്ര അവസാനിപ്പിക്കരുത്. നിന്റെ ലക്ഷ്യം കേവലം ലൗകികമായ സന്തോഷങ്ങളല്ല, മറിച്ച് ആത്യന്തികമായ സത്യമാണ്. ഈ ലോകത്തിൻ്റെ പകിട്ടുകൾ നമ്മെ വഴിതെറ്റിക്കുന്നതിനെക്കുറിച്ച് മൗലാന റൂമി പറഞ്ഞ ആ കഥ ഇന്നും എത്ര പ്രസക്തമാണ്. ഒരാൾ രാത്രിയിൽ വീടിനു പുറത്തെ തെരുവുവിളക്കിനു താഴെ എന്തോ തിരയുകയായിരുന്നു. വഴിപോക്കർ ചോദിച്ചു, എന്താണ് തിരയുന്നത്? അയാൾ പറഞ്ഞു, എൻ്റെ താക്കോൽ. അവർ ചോദിച്ചു, എവിടെയാണത് വീണത്? അയാൾ വിരൽ ചൂണ്ടിയത് തൻ്റെ ഇരുട്ടുമൂടിയ വീടിനുള്ളിലേക്കായിരുന്നു. വിസ്മയത്തോടെ അവർ ചോദിച്ചു, പിന്നെ എന്തിനാണ് ഇവിടെ തിരയുന്നത്? അയാൾ നൽകിയ മറുപടി നമ്മുടെ കാലഘട്ടത്തിൻ്റെ അടയാളമാണ്. കാരണം ഇവിടെയാണ് വെളിച്ചം കൂടുതലുള്ളത്. നമ്മുടെ അവസ്ഥയും ഇതുതന്നെയാണ്.
സമാധാനവും സമാശ്വാസവും സന്തോഷവും നമ്മുടെ ഉള്ളിലെ നിശബ്ദതയിലാണെന്നറിഞ്ഞിട്ടും നാം അത് പുറത്തെ വർണ്ണാഭമായ ചന്തകളിൽ തിരയുകയാണ്. പണത്തിലും പദവിയിലും പ്രശസ്തിയിലും നാം സമാധാനം തിരയുന്നു. പക്ഷേ യഥാർത്ഥ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ ഹൃദയത്തിനുള്ളിലാണ്. നാം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടുകയും അകത്തിരിക്കേണ്ട താക്കോലിനായി പുറത്തെ വെളിച്ചത്തിൽ അലയുകയും ചെയ്യുന്നു. ഇന്ന് ഇവിടെ നിന്ന് നാം മടങ്ങുമ്പോൾ ആ താക്കോൽ തിരയേണ്ടത് മറ്റുള്ളവരുടെ കണ്ണുകളിലല്ല, മറിച്ച് നിന്റെ നാഥന്റെ മുൻപിൽ സുജൂദിൽ വീഴുന്ന നിന്റെ ഹൃദയത്തിലാണെന്ന് തിരിച്ചറിയുക. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കളം കിടക്കുന്നത് അതിർത്തികളിലല്ല, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. നമ്മുടെ ഓരോ നിമിഷവും രണ്ട് വൻശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഒന്ന് നമ്മുടെ അഹങ്കാരമായ നഫ്സ്, മറ്റൊന്ന് പടച്ചവൻ നമ്മിലേക്ക് ഊതിത്തന്ന വിശുദ്ധമായ ആത്മാവ് അഥവാ റൂഹ്. ഈ നഫ്സ് ഒരു വന്യമൃഗത്തെ പോലെയാണ്. അതെപ്പോഴും നമ്മോട് മന്ത്രിക്കും, നീയാണ് വലിയവൻ, നിന്റെ സുഖങ്ങളാണ് പ്രധാനം, മറ്റുള്ളവരെ ചവിട്ടി മെതിച്ചാണെങ്കിലും നീ ഉയരങ്ങളിലെത്തണം. അത് നമ്മെ സ്വാർത്ഥതയുടെ ചതുപ്പിലേക്ക് നയിക്കും. എന്നാൽ വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു, തീർച്ചയായും മനുഷ്യന്റെ മനസ്സ് നഫ്സ് തിന്മയ്ക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാണ്. ഈ വന്യമൃഗത്തെ മെരുക്കുക എന്നതാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ പോരാട്ടം അഥവാ ജിഹാദുൽ അക്ബർ. അല്ലാമ ഇക്ബാൽ ഇതിനെ ഖുദി എന്ന് വിളിച്ചു. പക്ഷേ ഇക്ബാലിൻ്റെ ഖുദി അഹങ്കാരമല്ല, മറിച്ച് അള്ളാഹുവിന് മുന്നിൽ സ്വന്തം ആത്മാവിനെ മിനുക്കിയെടുക്കുകയാണ്. കൽക്കലി വജ്രമായി മാറുന്നതുപോലെ തൻ്റെ ഉള്ളിലെ അള്ളാഹുവിൻ്റെ നൂറിനെ തിരിച്ചറിഞ്ഞ് അതിനെ ഉന്നതിയിലെത്തിക്കലാണ് ഖുദി. അദ്ദേഹം പാടി, നിന്റെ ആത്മാവിനെ അത്രമേൽ ഉയർത്തുക. ഓരോ വിധി നിശ്ചയിക്കുന്നതിനു മുൻപും അള്ളാഹു തൻ്റെ ദാസനോട് ചോദിക്കട്ടെ, മകനെ, എന്താണ് നിന്റെ ആഗ്രഹം എന്ന്. എത്ര മഹത്തായ ചിന്തയാണിത്! പടച്ചവന്റെ ഇഷ്ടം തൻ്റെ ഇഷ്ടമായി മാറുന്ന തരത്തിൽ ഒരാൾ സ്വയം സംസ്കരിക്കപ്പെടുമ്പോഴാണ് അയാൾ യഥാർത്ഥ മനുഷ്യനാവുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ്. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധികാരമുള്ളവൻ്റെ സൃഷ്ടിയാണ് നിങ്ങൾ. ഒരു സിംഹം വിശന്നാലും പുല്ല് തിന്നാൻ സമ്മതിക്കാത്തതുപോലെ ഒരു വിശ്വാസി ദുനിയാവിലെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി തൻ്റെ ആത്മഗൗരവം പണയപ്പെടുത്തരുത്. ഇക്ബാൽ ചോദിക്കുന്നു, നീയൊരു പരുന്താണ്. ആകാശങ്ങളിൽ പറക്കുക എന്നതാണ് നിന്റെ ധർമ്മം. ഈ ഭൂമിയിലെ ചീഞ്ഞഴുകിയ കരിക്കട്ടകൾക്ക് വേണ്ടി നീ നിന്റെ ചിറകുകൾ തളർത്തരുത്. നഫ്സിൻ്റെ അടിമയാവുന്നത് ഏറ്റവും വലിയ പരാജയമാണ്. ആത്മാവിൻ്റെ യജമാനനാവുക എന്നതാണ് വിജയം. പടച്ചവൻ നിനക്ക് തന്ന ആ രാജകീയ പദവി തിരിച്ചറിയുക. ലൗകികമായ ആഗ്രഹങ്ങളുടെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് റബ്ബിൻ്റെ സ്നേഹത്തിൻ്റെ വിശാലമായ ആകാശത്തേക്ക് ചിറകടിച്ചുയരാൻ നിനക്ക് സാധിക്കണം. നിന്റെ നഫ്സിനെ നീ കീഴ്പ്പെടുത്തുന്നില്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. നാം ഇന്ന് വലിയ ശബ്ദങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മുടെ സംസാരങ്ങൾ ബഹളങ്ങളാണ്, നമ്മുടെ ആഘോഷങ്ങൾ ബഹളങ്ങളാണ്. കഷ്ടമെന്ന് പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ പോലും ഇന്ന് വെറും ബഹളങ്ങളായി മാറിയിരിക്കുന്നു. നാം പടച്ചവനോട് സംസാരിക്കുകയല്ല, മറിച്ച് ആവശ്യങ്ങളുടെ ഒരു വലിയ പട്ടിക അവൻ്റെ മുൻപിൽ അലറി വിളിച്ചു വായിക്കുകയാണ്. എന്നാൽ ആത്മീയതയുടെ ലോകം ശബ്ദങ്ങളുടേതല്ല, അത് ഹൃദയത്തിൻ്റെ നിശബ്ദമായ വിങ്ങലുകളുടേതാണ്. മൗലാന റൂമി നൽകുന്ന മനോഹരമായ ഒരു ഉപദേശമുണ്ട്, നിങ്ങളുടെ വാക്കുകൾക്ക് വെളിച്ചം നൽകുക, അല്ലാതെ ശബ്ദമുയർത്തരുത്. കാരണം പൂക്കൾ വിരിയുന്നത് മഴ പെയ്യുമ്പോഴാണ്, അല്ലാതെ ഇടി മുഴങ്ങുമ്പോഴല്ല. ഹൃദയത്തിൽ പ്രകാശം നിറയുന്നത് ആഴത്തിലുള്ള വിനയത്തിൽ നിന്നാണ്. അള്ളാഹു ഖുർആനിലൂടെ എത്ര ലളിതമായാണ് അവൻ്റെ സാമീപ്യം വ്യക്തമാക്കുന്നത്. നാം അവനോട് അവൻ്റെ കണ്ഠനാടിയേക്കാൾ അടുത്തവനാകുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. നിന്റെ ശ്വാസത്തേക്കാൾ അടുത്തുള്ള, നിന്റെ രക്തത്തിൻ്റെ തുടിപ്പിനേക്കാൾ സാമീപ്യമുള്ള നിന്റെ നാഥനോട് സംസാരിക്കാൻ എന്തിനാണ് നീ ഇത്രമേൽ ശബ്ദമുയർത്തുന്നത്? ഈ സാമീപ്യം അനുഭവിക്കാൻ നിന്റെ ഹൃദയത്തിലെ കലക്കം മാറണം. ചെളി നിറഞ്ഞ വെള്ളത്തിൽ ചന്ദ്രൻ പ്രതിഫലിക്കില്ല, എന്നാൽ ആ വെള്ളം ശാന്തമായാൽ അവിടെ ആകാശം തെളിയും. അതുപോലെ നിന്റെ ഹൃദയം ശാന്തമാകുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ പ്രകാശം നൂർ ഉദിക്കും. പ്രാർത്ഥന എന്നത് പടച്ചവനെ മാറ്റാനല്ല, മറിച്ച് നമ്മെ തന്നെ മാറ്റാനാണ്. അല്ലാമ ഇക്ബാൽ ഇതിനെ എത്ര കൃത്യമായാണ് വരച്ചിട്ടത്. നിന്റെ പ്രാർത്ഥനകൾ കൊണ്ട് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ വിധി മാറിയെന്ന് വരില്ല, പക്ഷേ ആ പ്രാർത്ഥനകൾ നിന്നെ മാറ്റാൻ പര്യാപ്തമാണ്. നീ മാറിക്കഴിഞ്ഞാൽ നിനക്കു വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ വിധിയും മാറുന്നു. പ്രാർത്ഥനയെന്നാൽ വെറും വാക്കുകളല്ല, അത് സൃഷ്ടാവുമായുള്ള ഒരു ആത്മീയ സമാഗമമാണ്. അവിടെ വാക്കുകൾ തോൽക്കുമ്പോഴാണ് പ്രണയം തുടങ്ങുന്നത്. മൗനമെന്നത് പടച്ചവൻ്റെ സ്വന്തം ഭാഷയാണ്. ബാക്കിയുള്ളതെല്ലാം ആ ഭാഷയുടെ വികലമായ വിവർത്തനങ്ങൾ മാത്രമാണ്. സഹോദരങ്ങളെ, ദിവസവും അല്പനേരം ആൾക്കൂട്ടങ്ങളിൽ നിന്നും മാറി നിൽക്കുക. മൊബൈൽ ഫോണുകൾ മാറ്റിവെച്ച്
കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ഉള്ളിലെ ശൂന്യതയിലേക്ക് നോക്കുക. ആ നിശബ്ദതയിൽ നീ നിന്റെ ശ്വാസത്തെ ശ്രദ്ധിക്കുമ്പോൾ, നിന്റെ ഹൃദയമിടിപ്പുകളെ കേൾക്കുമ്പോൾ നീ തിരിച്ചറിയും നീ ഒറ്റയ്ക്കല്ല എന്ന്. അവിടെ ആ നിശബ്ദതയുടെ താഴ്വരയിൽ നീ നിന്റെ സൃഷ്ടാവിനെ കണ്ടെത്തും. ആ സംഭാഷണമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം. ആ നിശബ്ദതയുടെ സംഗീതം കേട്ടു തുടങ്ങുന്നതോടെ ലോകത്തെ സകല ബഹളങ്ങളും നിനക്ക് അപ്രസക്തമായി തോന്നും. നാം എപ്പോഴും ലോകത്തെ മാറ്റുന്നതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. വിപ്ലവങ്ങളെക്കുറിച്ചും പരിഷ്കരണങ്ങളെക്കുറിച്ചും നാം വാചാലരാകാറുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിപ്ലവം തുടങ്ങേണ്ടത് പുറത്തല്ല, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലാണ്. ലോകത്തെ മാറ്റാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപ് നിന്റെ ഉള്ളിലെ ഇരുട്ടിനെ മാറ്റാൻ നീ തയ്യാറാണോ? വിശുദ്ധ ഖുർആൻ മാറ്റത്തിൻ്റെ ആ സുപ്രധാനമായ രഹസ്യം ലോകത്തിനു മുൻപ് തുറന്നു വയ്ക്കുന്നുണ്ട്. ഒരു ജനത തങ്ങളുടെ ഉള്ളിലുള്ളത് മാറ്റുന്നതുവരെ അല്ലാഹു അവരുടെ അവസ്ഥ മാറ്റുകയില്ല. സഹോദരങ്ങളെ, നാം ഇന്ന് അസ്വസ്ഥരാണ്. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമില്ല, നമ്മുടെ മനസ്സുകളിൽ സ്വസ്ഥതയില്ല. നാം പരാതികളുടെ ഒരു വലിയ കെട്ടുമായി അലയുകയാണ്. എന്നാൽ ഓർക്കുക, നിന്റെ പുറം ലോകത്തു കാണുന്ന ഓരോ വിള്ളലും നിന്റെ ഉള്ളിലെ വിള്ളലിൻ്റെ പ്രതിഫലനമാണ്. പടച്ചവനുമായുള്ള ബന്ധത്തിൽ എവിടെയോ കരി പിടിച്ചിരിക്കുന്നു. സൃഷ്ടാവുമായുള്ള ബന്ധം മുറിഞ്ഞുപോയ ഒരു ഹൃദയം കടലിൽ ദിശ തെറ്റി അലയുന്ന കപ്പലിന് തുല്യമാണ്. അല്ലാമ ഇക്ബാൽ വിശ്വാസിയെ ഉപമിക്കുന്നത് ആകാശങ്ങളിലെ രാജാവായ പരുന്തിനോടാണ്. പരുന്ത് ഒരിക്കലും താഴെയുള്ള ചപ്പുചവറുകളിൽ തൃപ്തിയടയുന്നില്ല. അത് കൊടുങ്കാറ്റിനെ സ്നേഹിക്കുന്ന പക്ഷിയാണ്. ഇക്ബാൽ നിന്റെ ആത്മാവിനോട് പാടുന്നു, നീ ഒരു പരുന്താണ്. ആകാശത്തിൻ്റെ അനന്തതയിൽ പറന്നുയരുക എന്നതാണ് നിന്റെ നിയോഗം. നീ കണ്ടുതീർത്ത ഈ നക്ഷത്രങ്ങൾക്കപ്പുറത്തും നിനക്കായി വിശാലമായ ആകാശങ്ങൾ കാത്തിരിപ്പുണ്ട്. എന്തിനാണ് നീ ചെറിയ ലാഭങ്ങൾക്കായി നിന്റെ ആത്മാവിനെ വിൽക്കുന്നത്? എന്തിനാണ് നീ മനുഷ്യരെ ഭയപ്പെടുന്നത്? എന്തിനാണ് നീ നിന്റെ ഭാവിയെയോർത്ത് ഉത്കണ്ഠപ്പെടുന്നത്? പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധികാരമുള്ളവൻ നിന്റെ കൂടെയുണ്ടെങ്കിൽ പിന്നെ ആരെയാണ് നീ ഭയപ്പെടാനുള്ളത്? ഈ ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും നിന്റെ നാഥൻ നിന്നോടൊപ്പമുണ്ടെങ്കിൽ നിനക്ക് പോറലേൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പർവ്വതങ്ങൾ ഇളകിയാലും വിശ്വാസിയുടെ ഹൃദയം ഇളകരുത്. കാരണം വിശ്വാസിയുടെ ഹൃദയം നങ്കൂരമിട്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ അചഞ്ചലമായ കരുണയിലാണ്. ഇന്ന് ഈ നിമിഷം നമുക്കൊരു തീരുമാനമെടുക്കാം. പടച്ചവനിലേക്ക് തിരിച്ചു നടക്കാൻ, നമ്മുടെ ഉള്ളിലെ അഴുക്കുകളെ കഴുകിക്കളയാൻ, വീണ്ടും ആ പരുന്തിനെ പോലെ ഉയരങ്ങളിലേക്ക് പറക്കാൻ. ഇക്ബാൽ മറ്റൊരിടത്ത് പറഞ്ഞതുപോലെ, രാജകൊട്ടാരങ്ങളുടെ മിന്നുന്ന താഴികക്കുടങ്ങളല്ല നിന്റെ വിശ്രമസ്ഥാനം. നീയൊരു പരുന്താണ്. നീ നിന്റെ കൂടൊരുക്കേണ്ടത് ആകാശമുയരത്തിലുള്ള പർവ്വത ശിഖരങ്ങളിലാണ്. ലൗകികമായ ആഡംബരങ്ങളിൽ മതിമറക്കാതെ ആത്മീയമായ ഉന്നതി തേടുക എന്നതാണ് വിശ്വാസിയുടെ വിജയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഇതൊരു അവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കമായിരിക്കണം. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ വെറുമൊരു കേൾവിക്കാരായി നാം പിരിയരുത്. ഈ വാക്കുകൾ കാറ്റിൽ പറന്നുപോകുന്ന ശബ്ദങ്ങളാകരുത്, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ മുളപൊട്ടുന്ന വിത്തുകളാവണം. ഇന്ന് ഈ പവിത്രമായ നിമിഷത്തിൽ നമുക്ക് 3 തീരുമാനങ്ങളെടുക്കാം. ലിഖാ ഉല്ലാഹ്, അള്ളാഹുവിൻ്റെ സാമീപ്യം. ഇനി മുതൽ എൻ്റെ ഓരോ ചലനവും, എൻ്റെ ഓരോ വാക്കും മറ്റുള്ളവരുടെ കയ്യടിക്കോ ലൈക്കിനോ വേണ്ടിയാവില്ല. എൻ്റെ നാഥൻ എന്നെ കാണുന്നുണ്ടെന്ന ബോധ്യത്തോടെ അവൻ്റെ തൃപ്തിക്ക്, റിളയ്ക്ക് വേണ്ടി മാത്രം ഞാൻ കർമ്മങ്ങൾ ചെയ്യും. ലോകം എന്നെ അവഗണിച്ചാലും എൻ്റെ നാഥൻ എന്നെ സ്വീകരിച്ചാൽ മതിയെന്ന ആത്മവിശ്വാസം ഞാൻ നേടിയെടുക്കും. ആത്മവിചാരണ, മുഹാസഭ. തിരക്കുകൾക്കിടയിൽ ഞാൻ എന്നെ നഷ്ടപ്പെടുത്തില്ല. ഓരോ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപ്, ലോകം നിശബ്ദമാകുമ്പോൾ ഞാൻ എൻ്റെ നാഥനോട് സംസാരിക്കും. എൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കണ്ണുനീരൊഴുക്കും. ആ നിശബ്ദമായ സംഭാഷണത്തിലൂടെ ഞാൻ എൻ്റെ ആത്മാവിനെ കഴുകി വെളുപ്പിക്കും. സ്നേഹത്തിൻ്റെ വഴി. സൃഷ്ടികളെ സ്നേഹിക്കാത്തവന് സൃഷ്ടാവിനെ സ്നേഹിക്കാനാവില്ല. ജാതിയോ മതമോ വർണ്ണമോ നോക്കാതെ പടച്ചവൻ്റെ സൃഷ്ടികളോട് കരുണ കാണിക്കാൻ ഞാൻ എൻ്റെ ഹൃദയം തുറന്നിടും. മൗലാന റൂമി പറഞ്ഞതുപോലെ, നിങ്ങളുടെ ജോലി സ്നേഹം തിരയുക എന്നതല്ല, മറിച്ച് സ്നേഹത്തിന് തടസ്സമായി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പടുത്തുയർത്തിയ മതിലുകളെ തകർക്കുക എന്നതാണ്. നമുക്ക് പോകാനുള്ളത് ദൂരെയുള്ള ഏതോ ലോകത്തേക്കല്ല, നമ്മുടെ തന്നെയുള്ളിലെ വിശുദ്ധമായ ഇടങ്ങളിലേക്കാണ്. അവിടെയാണ് നാം യഥാർത്ഥത്തിൽ സമാധാനം കണ്ടെത്തുക. അല്ലാമ ഇക്ബാലിൻ്റെ വിശ്വോത്തരമായ ഈ വരികൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു മന്ത്രമായി ഞാൻ പകർന്നു നൽകുന്നു. സിതാരോ സെ ആകെ ജഹാൻ ഔർ ഭി ഹൈ, അഭി ഇഷ്ക് കെ ഇംതിഹാൻ ഔർ ഭി ഹൈ.
ഈ നക്ഷത്രങ്ങൾക്കുമപ്പുറം ഇനിയുമേറെ ലോകങ്ങളുണ്ട്. പടച്ചവനോടുള്ള പ്രണയത്തിൻ്റെ പരീക്ഷകൾ ഇനിയുമേറെ ബാക്കിയുണ്ട്. ഈ ചെറിയ ദുനിയാവിലെ തടവിറയിൽ ഒതുങ്ങിക്കൂടാനുള്ളവനല്ല നീ. നിനക്കായി അനന്തമായ പ്രപഞ്ചങ്ങൾ കാത്തിരിക്കുന്നു. അവസാനമായി ഒന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു: മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. നീ നിന്നെ തന്നെ തിരിച്ചറിയുക, അപ്പോൾ നീ നിന്റെ റബ്ബിനെ തിരിച്ചറിയും. നിന്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് നടത്തുന്ന ആ യാത്രയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനം. പടച്ചവൻ നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ നൂറുകൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ എല്ലാ തെറ്റുകളും പുറത്തു തരട്ടെ. തെറ്റുകളിൽ വീണാലും അവനിലേക്ക് മടങ്ങുന്നവരായ, തൗബയിലൂടെ ശുദ്ധിയാർജിക്കുന്നവരായ, ആത്മീയമായി വിജയിക്കുന്ന സദ്വൃത്തരിൽ ഒരാളായി നമ്മെ അവൻ ഉൾപ്പെടുത്തട്ടെ. ഈ ലോകത്തിൻ്റെ പരീക്ഷണങ്ങളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം അവൻ്റെ സ്മരണയിൽ ഉറച്ചു നിൽക്കട്ടെ. ഖബറിൻ്റെ ഇരുട്ടിലും മഹ്ഷറിൻ്റെ ചൂടിലും ഇന്ന് നമുക്ക് ലഭിച്ച ഈ ആത്മീയ തിരിച്ചറിവ് നമുക്ക് തണലായും പ്രകാശമായും മാറട്ടെ. ഖുദീ മേ ഡൂബ് ജാ ഗാഫിൽ യേ ഹേ റാസേ ഹയാത്ത്. ഹേ അശ്രദ്ധനായ മനുഷ്യ, നിന്റെ ഉള്ളിലേക്ക് മുങ്ങിത്താഴുക. നിന്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ അള്ളാഹുവിനെ കണ്ടെത്തുക. കാരണം ലോകത്തെ ജയിക്കുന്നതിലല്ല, സ്വന്തം നഫ്സിനെ ജയിക്കുന്നതിലാണ് ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സ്മരണയിൽ ജീവിക്കുന്ന ഹൃദയം ഒരിക്കലും മരിക്കുന്നില്ല. അവനിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഒരു ചുവടെങ്കിലും നീ വെച്ചാൽ അവൻ നിന്നിലേക്ക് 10 ചുവടുകളോടെ ഓടിവരും. അള്ളാഹു നമ്മെ അവനെ സ്നേഹിക്കുന്നവരിലും അവൻ സ്നേഹിക്കുന്നവരിലും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.